ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. നാട്ടിലുള്ള സമയത്തെല്ലാം നമ്മൾ ദൂരയാത്രകളൊക്കെ പോകുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. അത്രയ്ക്ക് വിശ്വാസമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹങ്ങളും സാധിച്ചു വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയ്ക്ക് പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഓച്ചിറ. കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി അറിയപ്പെടുന്നത് വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രമാണ്. ഹൈന്ദവ ധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി. കിഴക്കേ ഗോപുര കവാടം മുതൽ 22 ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള 2 ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം. ഇതിൽ പരമശിവനെയും മഹാവിഷ്ണുവിനെയും 2 ആൽത്തറകളിൽ ആരാധിക്കുന്നു. അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം. ഓം എന്നതാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം. ത്രിഗുണത്താൽ പരബ്രഹ്മം രാജസിക ഗുണമുള്ള ബ്രഹ്മാവായും സാത്വിക ഗുണമുള്ള വിഷ്ണുവായും താമസിക ഗുണമുള്ള മഹാദേവനുമായി മാറി രൂപവും നാമവും ശക്തിയും ധരിക്കുന്നു എന്നും വേദങ്ങളും ഭഗവത്ഗീതയും മറ്റും ഉദ്ഘോഷിക്കുന്നു. ഇവിടത്തെ 12 വിളക്കെന്ന പ്രസിദ്ധമായ ഉത്സവം വൃശ്ചിക മാസത്തിലെ 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്നു. കുടിൽ കെട്ടി ഭജനം പാർക്കുക, ദരിദ്രർക്കും രോഗികൾക്കും അന്നദാനം നടത്തുക, ഭാഗവത പാരായണം, ത്വക്ക് രോഗങ്ങൾ മാറുവാൻ 8 കണ്ടം ഉരുളിച്ച എന്നിവ പ്രധാന നേർച്ചകളാണ്. മിഥുനമാസത്തിലെ ഓച്ചിറക്കളിയാണ് മറ്റൊരു വിശേഷം. ഓച്ചിറ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് ഒരു വേദാന്ത പഠനശാല 1 നൂറ്റാണ്ട് മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നു. ഓണാട്ടുചിറ എന്നത് ലോപിച്ചാണ് ഓച്ചിറ ആയതെന്നാണ് ചില ചരിത്രകാരന്മാർ ഊഹിക്കുന്നത്. ഓച്ചിറ പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. വ്യത്യസ്തങ്ങളായ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ക്ഷേത്രത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നു. പണ്ട് അകവൂർ മനയിലെ ഒരു നമ്പൂതിരിയുടെ സേവാമൂർത്തി പരദേവതയായിരുന്നു പരബ്രഹ്മം. നമ്പൂതിരിയുടെ ദാസനായിരുന്നു അകവൂർ ചാത്തൻ. നമ്പൂതിരി ദിവസവും 7.5 നാഴിക വെളുപ്പുള്ളപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഉച്ചവരെ പരബ്രഹ്മ പൂജ കഴിച്ചിരുന്നു. ഒരിക്കൽ പരബ്രഹ്മ ധ്യാന നിരതനായി വർത്തിച്ച നമ്പൂതിരിയോട് പരബ്രഹ്മം എങ്ങനെയിരിക്കുമെന്ന് ചാത്തൻ ചോദിച്ചതിന് നമ്മുടെ മാടൻ പോത്തിനെ പോലെ ഇരിക്കുമെന്ന് നമ്പൂതിരി പരിഹാസമായി മറുപടി പറഞ്ഞുവെന്നും ചാത്തൻ അത് കേട്ട് 41 ദിവസം ധ്യാനിച്ചതിന്റെ ഫലമായി പരബ്രഹ്മം മാടൻ പോത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മാടൻ പോത്ത് ചാത്തന് മാത്രമായിരുന്നു കാണാൻ കഴിയുമായിരുന്നത്. ചാത്തന് ഇത് പരബ്രഹ്മമാണെന്നും അതിനെ തനിക്ക് മാത്രമേ കാണാൻ കഴിയുമായിരുന്നുവെന്നും ചാത്തൻ അറിയില്ലായിരുന്നു. അത് നമ്പൂതിരിയുടെ വീട്ടിലെ മാടൻ പോത്തായിരിക്കുമെന്ന് ചാത്തൻ ധരിച്ചു. അവൻ അതിനോട് സംസാരിക്കുകയും തീറ്റ കൊടുക്കുകയും ചെയ്തിരുന്നു. മാടൻ പോത്ത് ചാത്തൻ എവിടെ പോയാലും കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഇന്നത്തെ ഓച്ചിറ ഭാഗത്തൂടി നമ്പൂതിരി വരികയായിരുന്നു. പിന്നാലെ ചാത്തനും പുറകെ മാടൻ പോത്തും. അന്നവിടെ നിറയെ വയലായിരുന്നു. പാടങ്ങളിലേക്കുള്ള പ്രവേശനം ഒരു ചെറിയ വാതിലിൽ കൂടിയായിരുന്നു. നമ്പൂതിരിയും ചാത്തനും കൂടി വാതിൽ കടന്നു. ചാത്തൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാടൻ പോത്തിന് തന്റെ വലിയ കൊമ്പ് കാരണം വാതിൽ കടന്നു വരാൻ പ്രയാസമാണെന്ന് മനസ്സിലായി. ചാത്തൻ പോത്തിനോട് തല ചരിച്ചു കയറാൻ പറഞ്ഞു. ഇത് കേട്ട നമ്പൂതിരി ചാത്തനോട് ആരോടാ നീ സംസാരിക്കുന്നതെന്ന് അന്വേഷിച്ചു. നമ്മുടെ മാടൻ പോത്തിനോട് എന്നായിരുന്നു ചാത്തന്റെ മറുപടി. പക്ഷേ നമ്പൂതിരിക്ക് മാടൻ പോത്തിനെ കാണാൻ പറ്റില്ലല്ലോ. അവസാനം നമ്പൂതിരി ചാത്തനെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ മാടൻ പോത്തിനെ കണ്ടു. നമ്പൂതിരെ കണ്ട മാത്രയിൽ പോത്തിന്റെ രൂപത്തിലുള്ള പരബ്രഹ്മം ഓടിച്ചെന്ന് ഒരു ചിറയിലേക്ക് ചാടി. ആ ചിറയാണ് പോത്തുംചിറയായി മാറിയത്. പിന്നീട് ഓച്ചിറയായും. പരബ്രഹ്മ നാദമായ ഓംകാരത്തിൽ നിന്നാണ് ഓച്ചിറ എന്ന പേര് വന്നത്. പോത്ത് പോയതോടെ ചാത്തൻ വിഷമത്തിലായി. പിന്നീട് ആ പോത്ത് പരബ്രഹ്മമാണെന്ന് മനസ്സിലായതോടെ അവസാന കാലം വരെയും ചാത്തൻ ഓച്ചിറ പടനിലത്ത് പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ഭജനമിരിക്കുകയും അവിടെ ആണ്ടുതോറും നടന്നു വന്നിരുന്ന പടയിലൊന്നിൽ ചേർന്ന് മരിച്ച് സായുജ്യം പ്രാപിക്കുകയും ചെയ്തു. ഓച്ചിറ ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നുവെന്ന വിശ്വാസവുമുണ്ട്. ബുദ്ധമതം വിഗ്രഹാരാധന പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അതിനാൽ സ്വാഭാവികമായും ആൽമരത്തിന് പ്രസക്തിയുണ്ടായി. ആൽമരച്ചുവട്ടിലെ പരബ്രഹ്മ സൂചന ഓച്ചിറ ബുദ്ധ വിഹാര കേന്ദ്രമായിരുന്നുവെന്ന വിശ്വാസത്തിന് പിൻബലം നൽകുന്നു. ക്ഷേത്രത്തിന്റെ ആവിർഭാവം അജ്ഞാതമാണെന്നാണ് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത്.
ഓച്ചിറ ക്ഷേത്രത്തിലെ വലിയൊരു പ്രത്യേകതയാണ് നിത്യ അന്നദാനം. ഊണും കഞ്ഞിയുമുണ്ട്. ഊണ് കഴിക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ക്ഷേത്രത്തിൽ വന്നു പോകുന്നത്. അത്രയ്ക്ക് വിശാലമായ ഒരു മഹാക്ഷേത്രത്തിനാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം. ഇത് ഓച്ചിറ കളി നടക്കുന്ന കുളമാണ്. അങ്ങനെ മുന്നേ ഒരു ചരിത്രമുണ്ട്. 2 നൂറ്റാണ്ട് മുമ്പ് കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിൽ നടന്ന യുദ്ധവേദിയാണ് ഓച്ചിറ പടനിലമെന്നാണ് ശബ്ദധാരാവലിയിലും നാഗമയരുടെ തിരുവിതാംകൂർ ചരിത്രത്തിലും കാണുന്നത്. ഇത് ക്ഷേത്രത്തിലെ നന്ദികേശാലയമാണ്. കാളകളാണ് കൂടുതലും. ഭക്തജനങ്ങൾ നേർച്ചയുടെ ഭാഗമായിട്ടൊക്കെ സമർപ്പിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ പോകുന്ന ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ്. മണ്ണ് പ്രസാദമായിട്ട് കൊടുക്കുന്ന ലോകത്തിലെ ഏകക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം. ആ മണ്ണെടുക്കുന്ന ആ ഒരു കുളത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കറുത്ത പ്രസാദം നമുക്ക് വരും. അത് ഈ കുളത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഈ ഒരു ഇതിൻ്റെ അകത്തുനിന്ന് ചെളിയെടുത്തിട്ടല്ല നമ്മൾ പ്രസാദം കൊടുക്കുന്നത്. അത് പ്രസാദം ഇത് തൊട്ട് കഴിയുമ്പോഴോ ദേഹത്ത് വെച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും വിഷാദം പലർക്കും സംഭവിച്ചിട്ടുള്ളതുമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഞാനും കഴിഞ്ഞ പ്രാർത്ഥിച്ച എടുക്കാൻ വന്നപ്പോൾ എനിക്കായിരുന്നു മീത പറഞ്ഞത് നമ്മൾ കൈ കൊണ്ട് വാരുമ്പോൾ മണലാണ്. ആ മണലങ്ങ് വാരി മാറ്റുമ്പോൾ അടിഭാഗത്തുനിന്ന് നമ്മളെ ചന്ദനം അരക്കിക്കും. ചന്ദനം അരയ്ക്കുന്ന അതേ കണക്കിനുള്ള തൊളിയാമ്പ കിട്ടുന്നു കട്ടിയുള്ള. അതിനൊരു പ്രത്യേകിച്ച് ഒരു മണം. എത്ര ഐതിഹ്യം എനിക്കറിയത്തുള്ളൂ, മറ്റാരും കൂടുതൽ എനിക്കറിയത്തില്ല. ഓച്ചിറക്കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ യുദ്ധത്തിന്റെ അവസാനം പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ട് യുദ്ധം അവസാനിപ്പിച്ചത്രേ. ചരിത്രപ്രസിദ്ധമായ ഈ യുദ്ധത്തിന്റെ സ്മരണ നിലനിർത്താനായി വർഷം തോറും മിഥുനം 1, 2 തീയതികളിൽ ഓച്ചിറക്കളി നടത്തിവരുന്നു. കാൻഡർ വിഷർ എന്ന പാശ്ചാത്യൻ AD 1700 തുടക്കത്തിൽ ഓച്ചിറയിൽ വന്നപ്പോൾ അന്നും ഓച്ചിറക്കളി ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോദ്ധാക്കൾ 2 ചേരിയിലായി നിന്ന് യുദ്ധം ചെയ്യുകയാണ് പതിവ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായി ഒരു നമ്പ്യാതിരിയുടെ അനുഗ്രഹം വാങ്ങുമായിരുന്നുവെന്നും ചരിത്രത്തിൽ കാണുന്നു. വേലുത്തമ്പി ദളവ കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രം പണികഴിപ്പിച്ച അവസരത്തിൽ ഓച്ചിറയിൽ ഒരു ക്ഷേത്രം പണികഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ദേവപ്രശ്നത്തിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവനിഷ്ടമല്ലെന്ന് തെളിഞ്ഞു. ഇന്ന് കാണുന്ന പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായ ആൽത്തറകൾ 2 വേലുത്തമ്പി ദളവ പണികഴിപ്പിച്ചവയാണ്. ഈ ആൽത്തറകളിൽ പരബ്രഹ്മ ചൈതന്യം കുടികൊള്ളുന്നതായാണ് സങ്കല്പം. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ ഇവിടെ എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെന്നതാണ് പരബ്രഹ്മ എന്ന നാമം അനർത്ഥമാക്കുന്ന മറ്റൊന്ന്. ആൽത്തറയിലെ ചുറ്റുവിളക്കിന് പുറത്ത് എവിടെയും അഹിന്ദുക്കൾക്കും പ്രവേശനമുണ്ട്. പുരാതന കാലം മുതൽക്ക് തന്നെ നാനാജാതി മതസ്ഥർ ഇവിടെ ആരാധന നടത്തിവരുന്നു.